എല്ലാ മതങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉത്ബോധനങ്ങൾ നടത്തുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റി പറയുന്ന മതങ്ങൾ ആളുകളെ പേടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അവിടെ അങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നടന്നു. മഹാകവി ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞു, പോയതിൽ പിന്നീട് ആരും തിരിച്ചു വന്നില്ലിങ്ങ് അവിടെ നരകമോ നരകമോ എന്ന് നമ്മോട് പറയാൻ. മരിച്ചു പോയതിന് ശേഷം അവിടെ നരകമാണോ സ്വർഗമാണോ എന്ന് പറയാൻ ഒരൊറ്റ കുട്ടി തിരിച്ചു വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അല്ല, സ്വർഗം അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിന് യഥാർത്ഥത്തിൽ തെളിവുകളില്ലേ? യഥാർത്ഥത്തിൽ അതിന് തെളിവുകൾ ഈ ലോകത്ത് തന്നെ ഇല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതിൻ്റെ സാധ്യതയ്ക്കുള്ള തെളിവ് എന്തായാലും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതിന് യഥാർത്ഥത്തിലുള്ള തെളിവെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യസന്ധരായ പ്രവാചകന്മാരുടെ സാക്ഷ്യം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ചില കാര്യങ്ങൾ നമ്മൾ പോയി കണ്ടില്ലെങ്കിലും ചിലത് വിശ്വസിക്കേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. അതൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ അധ്യക്ഷൻ, ഒരു ഉദാഹരണം, ഒരു സാങ്കല്പികമായിട്ടൊരു ഉദാഹരണം പറയാം. അദ്ദേഹം വളരെ സത്യസന്ധനായ, നന്മയ്ക്കും സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവൻ വരെ അർപ്പിക്കാൻ സന്നദ്ധനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് സങ്കല്പിക്കുക. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയുന്നു, സഹോദരൻ, നിങ്ങൾ ഈ വഴിക്ക് പോകരുത്, ഇങ്ങനെ പോയാൽ അപകടമുണ്ട്, നിങ്ങൾ പോകേണ്ടത് ഈ വഴിക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഇല്ല, അവിടെ അങ്ങനെ ഒരു അപകടമുണ്ട് എന്ന് ഞാൻ പോയി കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹം പറയണം അവിടെ ഒരു അപകടമുണ്ട്, അങ്ങോട്ട് പോകരുത്, ഈ വഴിക്കാണ് പോകേണ്ടത്. അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളും എന്താ ചെയ്യുക? ആ വഴിക്ക് പോവാതെ അദ്ദേഹം പറഞ്ഞതുപോലെ തിരിഞ്ഞു നടക്കുന്നു. എന്താ കാരണം? അവിടെ ഒരു അപകടമുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്നതിൻ്റെ തെളിവ് എന്താണ്? അദ്ദേഹം സത്യസന്ധനാണെന്നുള്ളതാണ്. വേറൊരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് കളവൊക്കെ പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എനിക്ക് സംശയിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, സത്യസന്ധനാണ്, ധർമ്മിഷ്ഠനാണ് എന്നതുകൊണ്ട് സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് അവിടെ ഒരു അപകടമുണ്ടെന്നതിൻ്റെ തെളിവ് ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ്. അത് ഞാൻ പോയി കണ്ട അപകടത്തിൽ ചാടേണ്ടതില്ല എന്നതുപോലെ മനുഷ്യ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, അവർ ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടില്ലാത്ത, സത്യത്തിനും ധർമ്മത്തിനും നന്മയ്ക്കും വേണ്ടി ജീവൻ അർപ്പിച്ചവരാണ്. അവരാണ് മനുഷ്യരോട് പറഞ്ഞത് എന്ത്? മനുഷ്യരെ, നിങ്ങൾ ഈ വഴിക്ക് പോകരുത്, ഇങ്ങനെ പോയാൽ നരകമുണ്ട്, നിങ്ങൾ പോകേണ്ടത് ഈ വഴിക്കാണ്. അതിനർത്ഥം നമ്മളറിയാത്ത ഏതോ വഴിയിലൂടെ ഇങ്ങനെ പോയാൽ അപകടമുണ്ട് എന്നവരറിഞ്ഞിട്ടുണ്ട്. നമ്മളറിയാത്ത ഏതോ വഴിയിലൂടെ അപകടമുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ പോയത് അനുഭവിക്കേണ്ടതില്ല. സത്യസന്ധരായ ഈ പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള തെളിവ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വന്ന 1,000-ൽ പരം പ്രവാചകന്മാരൊക്കെ കൂട്ടമായി നുണ എന്തിനു പറയണം? എല്ലാ വേദങ്ങളും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് പ്രവാചകന്മാരൊക്കെ ഈ നുണ ആവർത്തിച്ച് സമൂഹത്തോട് പറഞ്ഞത് എന്നു മാത്രമല്ല, ഒന്നുകൂടി അതിനോട് ചേർത്ത് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ വരുന്ന സമയത്ത് അറേബ്യൻ സമൂഹത്തെക്കുറിച്ച് പൊതുവെ കാട്ടറബികൾ എന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ അപരിഷ്കൃതരായ ഒരു സമൂഹം. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നഗ്നരായിക്കൊണ്ട് അവർ കഅബാലയത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുമായിരുന്നു. അവർ മദ്യപാനികളും വ്യഭിചാരികളും ചൂതാട്ടക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും അക്രമവും ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. ആ സമൂഹത്തിലേക്ക് പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് 3 കാര്യങ്ങൾ പറയുന്നു. 3 കാര്യങ്ങളാണ് ആ പ്രവാചകൻ സമൂഹത്തോട് പറയുന്നത്. ആ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവത്തെക്കുറിച്ച്. രണ്ടാമത് പറഞ്ഞത്, ആ ദൈവത്തിൽ നിന്ന് അയച്ച ഒരുപാട് പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് ഞാൻ. മൂന്നാമത് പറഞ്ഞത്, ഈ ലോക ജീവിതം നശ്വരമാണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലാത്തതാണെങ്കിൽ ആ കാലഘട്ടത്തിൽ സ്വന്തം ജനതയോട് ഏറ്റവും കൂടുതൽ കളവ് പറഞ്ഞ മനുഷ്യൻ മുഹമ്മദ് നബി ആവൂലേ? ഇതൊക്കെ ഇല്ലാത്തതാണെങ്കിൽ, മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിതം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവമില്ലെങ്കിൽ, ഇതൊക്കെ ഒരു കളവാണല്ലോ. അപ്പോൾ അധർമ്മം നിറഞ്ഞ ഒരു സമൂഹത്തിൽ വന്നുകൊണ്ട് നിരന്തരം പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, നമ്മളുടെ കുട്ടികൾ കളവ് പറയുമ്പോൾ കളവ് പറയരുത് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? കളവിലൂടെ നന്മ സാധിക്കാമെങ്കിൽ, നുണയിലൂടെ നന്മ സാധിക്കാമെങ്കിൽ, പക്ഷെ നമ്മളുടെ മനസാക്ഷി പറയുന്നത് സാധ്യമല്ല എന്നാണ്. എങ്കിൽ യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നതിൻ്റെ തെളിവ്, പ്രവാചകന്മാരിലൂടെ ഈ സത്യം ജനങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ അവിടെ അധർമ്മം പോയി ധർമ്മം സ്ഥാപിക്കപ്പെട്ടു എന്നതാണ്. തിന്മ പോയി നന്മ സ്ഥാപിക്കപ്പെട്ടു എന്നതാണ്. തത്വം സത്യമാണെങ്കിൽ പ്രയോഗം നന്മയാവുക എന്ന തത്വമനുസരിച്ച് പ്രവാചകന്മാരുടെ തത്വം പ്രയോഗിച്ചപ്പോഴൊക്കെ നന്മയുണ്ടായി എന്നതുകൊണ്ട് അതൊക്കെ സത്യമാണ് എന്നതിന് അത് പോരെ തെളിവ്.